ഹായ്. അപ്പം നമുക്കിന്നൊരു ചിക്കൻ റെസിപ്പി കണ്ടിട്ട് വന്നാലോ? സിമ്പിളാണ് കേട്ടോ, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുകയും ചെയ്യും. നമ്മൾ ആ ഒരു മാരിനേറ്റ് ചെയ്യുന്ന സമയം മാത്രമേ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരുള്ളൂ. അപ്പം നമുക്ക് വേറെ എന്ത് പണി വേണേലും ചെയ്യാമല്ലോ. അപ്പോൾ നമുക്ക് കുറച്ച് സമയം കൊണ്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓയിൽ, നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് ഓയിലാണെങ്കിലും ആ ഓയിലിൽ നമുക്ക് വളരെ കുറച്ച് അളവിൽ നമുക്ക് ഓയിലെടുത്തുകൊണ്ട് നമുക്ക് വളരെ ലളിതമായിട്ട് രീതിയിൽ ഒരു ചിക്കൻ ഫ്രൈ കണ്ടിട്ട് വന്നാലോ? നമുക്കേ ഇന്നൊരു വെറൈറ്റി ചിക്കൻ ഫ്രൈ കണ്ടാലോ? വേറൊന്നുമല്ല, വെറൈറ്റി എന്ന് പറയാൻ കാരണം നമുക്ക് കുറച്ച് എണ്ണ മതി, പിന്നെ മസാലകളെല്ലാം ആവശ്യത്തിന്. അപ്പോൾ നമുക്ക് ഇതൊന്ന് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിപ്പോൾ ഏകദേശം നമ്മളിപ്പോൾ ഒരു 1.5 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ടെങ്കിൽ കഴുകി വൃത്തിയാക്കി ഏകദേശം ഒരു ചെറിയ പീസാക്കിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു കറിക്കുമല്ല, എന്നാൽ ചെറിയ നമ്മുടെ ചില്ലി പീസും അല്ലാത്ത രീതിയിലുള്ള ചെറിയ പീസായിട്ടാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഇത് ഒരു പരിപാടി ചെയ്യാം. നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തിനാണ് ഇപ്പോൾ ഈ കുക്കർ എടുത്തിരിക്കുന്നതെന്നല്ലേ? കുക്കർ എടുത്തിരിക്കുന്നതിനൊരു കാരണമുണ്ട്. വേറൊന്നുമല്ല, നമ്മുടെ ചിക്കൻ ഫ്രൈ ചെറുതായിട്ടൊന്ന് ആവി കയറ്റണം. എന്ന് വെച്ച് വിസിൽ വരരുത്. ഈ വിസിൽ വരുന്നതിന് മുമ്പുണ്ടല്ലോ, ഫസ്റ്റ് വിസിൽ വരുന്നതിന് മുമ്പുള്ള ഒരു ഇതുണ്ടല്ലോ, അപ്പം നമുക്ക് ഈ ചിക്കൻ ഇതിലേക്ക് എടുത്തിടാം. നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇനി അടുത്തതായിട്ട് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും ഉപ്പുമാണ്, വേറെ ഒന്നും നമ്മൾ ഇതൊന്ന് ആവി കയറ്റുന്ന സമയത്ത് ഇടത്തില്ല. ജസ്റ്റ് ഇത് രണ്ടും ഇട്ടിട്ട് നമുക്ക് ആവി കയറ്റി, അതായത് വിസിൽ വരരുത്. വിസിൽ വന്നു കഴിഞ്ഞാൽ വെന്തത് കുറവായി പോവും. പിന്നെ നമുക്ക് നമ്മുടെ മസാലകൾ ചേർക്കുമ്പോൾ മൊത്തം ചിക്കൻ പൊടിഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. ജസ്റ്റ് ഒന്ന് ആവി കയറുന്ന ആ ഒരു സമയമുണ്ടല്ലോ, അപ്പോൾ വേറെ ഒന്നുമില്ല, പകുതി വേവുമായി കിട്ടും. പിന്നീട് നമുക്ക് ഇതിൻ്റെ അകത്തുള്ള ആ വെള്ളത്തിൻ്റെ അംശവും പോയി കിട്ടും. അതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് അപ്പോൾ നമുക്ക് ചിക്കൻ നമ്മൾ കുക്കറിലിട്ട് ഏകദേശം ഒന്ന് വിസിലടിച്ചില്ല, അതിന് മുമ്പുള്ള ഭാഗമാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് മസാല ആവശ്യത്തിന് വേണമല്ലോ. അപ്പോൾ അതിൻ്റെ അകത്ത് ചേർക്കാനുള്ള മസാല, ഉപ്പ് ഒരു ലേശം ഞാൻ എടുത്തിട്ടുണ്ട്. കാരണം വേറൊന്നുമല്ല, ഓൾറെഡി നമ്മൾ ഉപ്പിട്ടിട്ടുള്ളത് കൊണ്ട് അതിൻ്റെ അകത്ത് ഉപ്പുണ്ടായിരുന്നു. പിന്നെ ഒരു ചെറിയ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, പിന്നെ നമ്മളൊരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഞാനെല്ലാം കൈയളവാണ്. നിങ്ങൾ ഓരോരുത്തരും എന്നോട് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും, അളവറിയണ്ടേ? അപ്പം ഞാൻ അതുകൊണ്ടാണ് ഓരോന്നും ഞാൻ അളന്ന് ഈ പ്രാവശ്യം എടുത്തത്. അപ്പോൾ ഇതും പിന്നെ അതിലേക്ക് ആവശ്യമായ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ പേസ്റ്റാക്കി വെച്ചതും. അപ്പോൾ നമുക്കിത് ചിക്കൻ ഒന്ന് ആറിയതിന് ശേഷം ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ്ടേ നമ്മുടെ ചിക്കൻ ഞാൻ ഓൾറെഡി ഇതാണ് മാറ്റി വെച്ചിരിക്കുന്നതാണ്. വെള്ളം എടുത്തില്ല കേട്ടോ. വെള്ളം പറ്റാനും ഒക്കെ അല്ലേ നമുക്ക് ഒരുപാട് എണ്ണയുടെ ആവശ്യം വരുന്നത്. ഇപ്പോൾ ഈ വെള്ളം ഒന്നുമില്ല, അല്ലാതെ തന്നെ നമ്മളിപ്പോൾ ഇതെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഇതൊന്ന് നമുക്ക് മസാല പുരട്ടി എടുക്കാം. അപ്പോൾ അത് നമുക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. പിന്നെ ബാക്കി മസാലകൾ ചേർക്കാം. ഇത് എല്ലാം കൂടി നമുക്കൊന്ന് പുരട്ടാം. ഞാൻ പുരട്ടിയിട്ട് ബാക്കി വീഡിയോ കാണിച്ചു തരാം. ഒരു കൈ വെച്ചിട്ടായതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങൾ തണുത്തിട്ട് വേണം ഈ മസാല പുരട്ടാൻ. വേറെ ഒന്നും കൊണ്ടല്ല, എന്നോട് പറയരുത് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളുടെ കൈ പൊള്ളില്ലായിരുന്നല്ലോ എന്ന് പറയരുത്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതാണ്ട് ഞാൻ നന്നായിട്ട് മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഒരു മണിക്കൂർ ഒന്ന് വെയിറ്റ് ചെയ്യാം. 1 മണിക്കൂറിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് എരിവ് കുറച്ച് മതി എന്നുണ്ടെങ്കിൽ ഈ അളവിനേക്കാളും കുറച്ച് മുളക് പൊടി എടുത്താൽ മതി. പിന്നീട് അതുപോലെ തന്നെ ചിലർക്ക് കൈയളവായിരിക്കും. അപ്പോൾ അതെങ്ങനെയാണോ എന്ന് നോക്കിയിട്ട് നിങ്ങൾ ആ മസാലകൾ ഇടുന്നത് ഇതുപോലെയോ അല്ലെങ്കിൽ ഇത് കുറച്ചോ ഇതിൽ കൂട്ടിയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഈ മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാണ്ട് നമ്മുടെ ചിക്കൻ നല്ല സെറ്റായിട്ട് ഇരിപ്പുണ്ട്. നമുക്കതെന്നാൽ അങ്ങ് ഫ്രൈ ചെയ്താലോ? ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടാവട്ടെ. അപ്പോൾ ഇതാണ് നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി വരുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം.
നമ്മളെപ്പോഴും എന്ത് സാധനം വറുക്കാനാണെങ്കിലും ഫസ്റ്റ് നമ്മൾ തീ കൂട്ടി വെക്കണം, എന്നിട്ട് വേണം തീ കുറച്ച് വെക്കാൻ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കനെല്ലാം നന്നായിട്ട് വറക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. നമ്മളൊന്ന് ഇത് നന്നായിട്ടൊന്ന് ഇതായി കഴിയുമ്പോൾ തീ നമുക്ക് ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി അവിടെ ഇരുന്ന് പെട്ടെന്നാവും കേട്ടോ, കാരണം ഓൾറെഡി നമ്മൾ ഇത് വെന്തതാണ്, അതായത് പകുതി വേവായതാണ്, വെള്ളം വറ്റാനില്ല. നമുക്കിതൊന്ന് ജസ്റ്റ് മൊരിഞ്ഞ് വറുത്ത് കിട്ടിയാൽ മതി. പിന്നെ ഇതിൻ്റെ റെസിപ്പി ഞാനൊന്നും കൂടെ സിമ്പിളായിട്ട് പറയാം. ചിക്കൻ കഴുകി കുക്കറിലോട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇങ്ങോട്ട് ഇട്ടിട്ട് ഒന്ന് ആവി കയറ്റി എടുക്കുക. എന്നിട്ട് ആ വെള്ളം മാറ്റിയിട്ട് കഷ്ണം മാത്രം എടുത്ത് അതിലേക്ക് മുളക് പൊടി, ഗരം മസാല, നമ്മുടെ മഞ്ഞൾപ്പൊടി, പിന്നെന്തുമായിരുന്നു നമ്മുടെ കുരുമുളക് പൊടി എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഉപ്പും കൂടി ഇട്ട്, ഉപ്പ് വേണമെങ്കിൽ നമ്മൾ ഓൾറെഡി ഉപ്പ് ഇടുന്നുണ്ടല്ലോ, ഉപ്പ് മഞ്ഞളും ഇട്ട് വേവിക്കുന്നുണ്ട്, ഉപ്പ് വേണമെങ്കിൽ മാത്രം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു മണിക്കൂർ വെക്കുക. എന്നിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇടുക. നന്നായിട്ട് ചൂടായിട്ട് മാത്രമേ എണ്ണയിലേക്ക് ഇടാവുള്ളൂ. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് ഇടുക. അതിനുശേഷം നന്നായിട്ട് മൊരിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിത് വറുത്ത് കോരി എടുക്കാം. അപ്പം ഞാനിത് വറുത്തതിന് ശേഷമുള്ള വീഡിയോയും കൂടെ ആക്കി കാണിച്ചു തരാം. ഇത് പെട്ടെന്നാവും കേട്ടോ. ഇപ്പം നമുക്ക് സിമ്പിളല്ലേ, ഒരുപാട് നേരം ഇതിങ്ങനെ എണ്ണയിൽ കിടന്ന്, അപ്പോൾ എണ്ണയ്ക്കും വളരെ ചിലവ് കുറവാണ്. അതുപോലെ നമുക്ക് പെട്ടെന്ന് ഇതായി കിട്ടുകയും ചെയ്യും, പണി എളുപ്പവും ഉണ്ട്. അപ്പം എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാൻ പറ്റൂലേ, ഇപ്പോൾ തന്നെ താമസിക്കുന്നവർക്കാണെങ്കിലും അല്ലാത്തവർക്കാണെങ്കിലും എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നൊരു സിമ്പിൾ റെസിപ്പി അല്ലേ. അപ്പോൾ അതിൻ്റെ ബാക്കി വീഡിയോയും കൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ നല്ല ചിക്കൻ നല്ല സെറ്റായിട്ടുണ്ട്, നല്ല മുരിഞ്ഞ് ഫ്രൈ ആയിട്ട് വരെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കോരി മാറ്റാം. അപ്പോൾ ഇതാണ് നമ്മുടെ സൂപ്പർ സിമ്പിൾ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പൊറോട്ടയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ വേണമെങ്കിൽ ടച്ചിങ്സ് ആയിട്ടോ ഒക്കെ ഉപയോഗിക്കാം. ടച്ചിങ്സ് ഉദ്ദേശിച്ചത് നമ്മൾ വേറെ ഒന്നുമല്ല, വെറുതെ തൊട്ട് കൂട്ടാൻ ഉപയോഗിക്കാം, അത്രേ ഉള്ളൂ, വേറെ ഒന്നും തെറ്റിദ്ധരിക്കണ്ട. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ നമ്മൾ ഡിസ്ക്രിപ്ഷനിലും കൂടെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് റെസിപ്പിയുടെ നോട്ടും കൂടെ കൊടുത്തിരിക്കാം കേട്ടോ. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.